നമസ്കാരം, ടെക്മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലരും ഗാലറി ലോക്ക് ചെയ്ത് വെക്കുന്നവരാണ്. എങ്കിൽ നമുക്ക് പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും പറ്റുന്നതെന്നല്ല പറഞ്ഞത്, പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഇനി അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് അതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഞാൻ എൻ്റെ ഗാലറി ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒന്നേ എൻ്റെ ഫിംഗർ പ്രിൻ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ള പാറ്റേൺ കൊടുത്താൽ മാത്രമേ ഇപ്പോൾ എൻ്റെ ഗാലറി അൺലോക്ക് ചെയ്ത് ഇതിലുള്ള ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഗാലറി ഇപ്പോൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്, സേഫാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കും. നമ്മളിപ്പം നമ്മുടെ കൂട്ടുകാരോ ആരെങ്കിലും നമ്മുടെ മൊബൈലിൽ ചോദിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കും, നമുക്ക് ഗാലറി ലോക്ക്ഡാണ് എന്ന് കരുതി നമ്മൾ ഇത് കൂട്ടുകാർക്ക് കൊടുക്കും. ഒരു പ്രശ്നം ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറുമുള്ള സ്മാർട്ട് ഫോണുകളിൽ നമ്മൾ എക്സ്റ്റെൻഡർ യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കാറില്ല. അത് ലോക്ക് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ ഫയൽ ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കാറില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം സംഭവിക്കുന്നത്, നമ്മൾ എക്സ്റ്റെൻഡർ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ മൊബൈൽ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എക്സ്റ്റെൻഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് നമ്മുടെ ഇമേജസ് ഇതുപോലെ എടുത്ത് വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇമേജസ് അല്ല, വീഡിയോസ് ആണെങ്കിൽ പോലും അങ്ങനെ എടുത്ത് കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗാലറി ലോക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് കണക്കുള്ള ഷെയറിങ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ലോക്ക് ചെയ്ത് വയ്ക്കുക. ഇത് ഒരു നിസ്സാര കാര്യമായിട്ട് തോന്നും, എങ്കിലും ഇത് പലർക്കും സംഭവിച്ചിട്ടുണ്ട്, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ഗാലറി ലോക്ക് ചെയ്യുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നേരത്തെ അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ അപ്പോൾ വരും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.